നമസ്കാരം. ടി20 ലോകകപ്പ് കിരീട വിജയം എന്ന ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ശരിക്കും ടീം ഇന്ത്യയെ ആ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടിക്കുക എന്നുള്ള കാര്യം. ആ ഒരു കാര്യം നമ്മൾ നേടിയതോടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് നമുക്കുള്ളത്. വളരെയധികം സംതൃപ്തിയാണ്, എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ്. അതാണ് ഇപ്പോൾ ഉള്ളത്. ടീം ഇന്ത്യ അടുത്ത ദൗത്യത്തിന് വേണ്ടിയുള്ള പടയൊരുക്കം ഇനിയിപ്പോൾ തുടങ്ങുകയാണ്. അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ചാമ്പ്യന്മാരാവുകയാണ് മെൻ ഇൻ ബ്ലൂവിന്റെ അടുത്ത ചാലഞ്ച്. IPLന് ശേഷം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരകളെല്ലാം ഇതിനുള്ള റിഹേഴ്സൽ കൂടിയായിട്ടാണ് ടീം കാണുന്നത്. ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്തുന്നതിനോടൊപ്പം ഏകദിനത്തിൽ ടീമിന്റെ കരുത്തും ദൗർബല്യങ്ങളും തിരിച്ചറിയേണ്ടതും പ്രധാനമാണ്. കൂടാതെ മികച്ച ബാക്കപ്പുകളെയും തയ്യാറാക്കി നിർത്തുകയും വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിലവിലെ ഏകദിന സെറ്റപ്പിൽ ചില വമ്പൻ അഴിച്ചുപണികൾ കൂടി ഉണ്ടായേക്കുമെന്നും ഉടനെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമാണ് വരുന്നത്. 3 സൂപ്പർ താരങ്ങളുടെ ടീമിലെ സ്ഥാനം ഇതോടെ തെറിച്ചേക്കുമെന്നാണ് വിവരം. ടീമിൽ വരാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇനി എന്തൊക്കെയെന്നാണ് അറിയേണ്ടത്. അടുത്ത വർഷത്തെ ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് മാത്രമല്ല, ദീർഘകാലത്തേക്കുള്ള ടീം പ്ലാനാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങളെ വേണ്ടെന്ന നിലപാടിലാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി. ഈ മാസം അവസാനത്തോടെ IPL ആരംഭിക്കുകയാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ജൂൺ വരെ ഇനി ഇന്ത്യക്ക് അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും തന്നെയില്ല. IPL കഴിഞ്ഞയുടൻ ചില കടുപ്പമേറിയ തീരുമാനങ്ങൾ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ എടുക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. നിലവിൽ ഏകദിന പ്ലാനുകളുടെ ഭാഗമായ 3 വമ്പൻ താരങ്ങൾക്ക് ഇതോടെ ടീമിൽ സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും എന്ന് പറയുന്നു. സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുൽ, മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്, വെറ്ററൻ സൂപ്പർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരുടെ കരിയറുകളാണ് ഇപ്പോൾ ഭീഷണിയിലുള്ളത്. ജഡേജയുടെ ഏകദിന കരിയർ ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞെന്നും വ്യക്തമാകുന്നു. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഇതിനോടകം അവസാന ഏകദിനം കളിച്ചു കഴിഞ്ഞതായാണ് അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. വരാനിരിക്കുന്ന പരമ്പരകളിൽ ജഡ്ഡു ഇനി ടീമിൽ അവസരം പ്രതീക്ഷിക്കേണ്ടതും ഉറപ്പായിരിക്കുന്നു. അവസാനമായി കളിച്ച ഏകദിനങ്ങളൊന്നും ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. രാഹുൽ നിലവിൽ ഏകദിനത്തിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആണെങ്കിലും ദീർഘകാല ഓപ്ഷനായി സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കുന്നില്ല. മാത്രമല്ല, പ്രായവും 34ലേക്ക് കടക്കുകയാണ്. ഋഷഭിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രായമല്ല പ്രശ്നം, മറിച്ച് ഈ ഫോർമാറ്റിൽ ബാറ്റർ എന്ന നിലയിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡും അത്ര മികച്ചതല്ല. ഈ കാരണം കൊണ്ട് തന്നെ T20 പ്ലാനുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടയാളാണ് ഋഷഭ് പന്ത്. ഇനി ഏകദിനത്തിലും ഇതേ വിധിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്.